ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ അന്വേഷിക്കുന്ന ഒരു സ്ഥലമാണ് IT മേഖലയായ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തായി. ആ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2 സെക്കൻഡ് ഗേറ്റിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. കൂടാതെ പാലാരിവട്ടം, എടപ്പള്ളി, കളമശ്ശേരി, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലേക്കെല്ലാം ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം അത്യാവശ്യം നല്ല വീതിയുള്ള റോഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റേണൽ റോഡുകളെല്ലാം 5 മീറ്ററോളം വരുന്നുണ്ട്. ഈ കാണുന്ന ഈ ഒരു റോഡാണ് ഈ വില്ലക്ക് മാത്രമായുള്ള റോഡാണ്. അവിടെ കടപ്പകല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഗേറ്റാണ് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ 1-2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. മനോഹരമായൊരു കവേർഡ് കാർ പോർച്ച് ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. നല്ലൊരു പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റുഭാഗത്തെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. നല്ലൊരു പച്ചപ്പുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. അന്ന് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയ കൂടി തന്നെയാണ്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ കിഴക്കോട്ട് തന്നെയാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ കാണാൻ കഴിയും. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ്. ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി മനോഹരമായ മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഒരു ഭിത്തിയിലായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റും നമുക്ക് കാണാൻ കഴിയും. നല്ല മനോഹരമായൊരു ഡിസൈൻ എല്ലാം കൊടുത്ത് തന്നെയാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഏകദേശം 8 സീറ്റ് ചെയർ ഇട്ടിരിക്കാവുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഡൈനിങ് ഹാളിൻ്റെ ഒരു കോർണറിലായി വാഷ് കൗണ്ടർ ഏരിയ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല 3 ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. പുറത്തായി നമുക്ക് അഡീഷണലായി ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ഇവിടെ ലഭ്യമാണ്. നല്ല ഭംഗിയുള്ളൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ടോട്ടൽ 4 ബെഡ്റൂമിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 130 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോർണറിലായി കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കൺസീൽഡോടുകൂടി വന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും എല്ലാം കൊടുത്ത് സെറ ബ്രാൻഡിൻ്റെ എല്ലാ ഫിറ്റിങ്സുകളോടുകൂടി വരുന്ന ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും 3 പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിൽ കബോർഡ് വർക്കും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇതും കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുൾ ബാത്റൂമിലും സെറ ബ്രാൻഡ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെല്ലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാം.
ഇനി നേരെ സ്റ്റെപ്പ് കയറി ഹോളിലേക്ക് തിരിച്ചു വരാം. അത്യാവശ്യം മനോഹരമായ ഒരു സ്റ്റെയർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് കയറാം. ഈ ബെഡ്റൂമും ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും 2 ഭിത്തിയിലും ജനലെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിൽ കബോർഡ് വർക്കും കാണാൻ കഴിയും. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തും മനോഹരമാക്കി തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ ഹൃദയഭാഗം എന്ന് വിളിക്കാവുന്ന ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫോ പാർക്കിനടുത്തായാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ളൊരു വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും ലഭ്യമാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2 സെക്കൻഡ് ഗേറ്റിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം അകലെയായി 4.5 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.